അല്ലെ വേടൻ്റെ വരികൾ മോശമാണ്, അത്ര ശുദ്ധിയുള്ളതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രഹസനമൊക്കെ ആയിട്ട് വന്നു. അതിനിടയ്ക്ക് ശശികല ടീച്ചറിൻ്റെ വലിയ കണ്ടുപിടുത്തലാണ് ഈ കൊച്ചിക്കായലിൽ താഴ്ത്തിയാൽ പോലും കിട്ടില്ല. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ താഴ്ത്താൻ പറ്റുമോ? താഴ്ത്തിയിട്ടുണ്ടാവില്ലല്ലോ, അല്ലെ താഴ്ത്തിയിട്ടുണ്ടോ? ആ വേടൻ്റെ വരികളൊന്നും അത്ര ശുദ്ധമല്ല. പിന്നെ വേടൻ്റെ വരികളിൽ ഈ മോദിയെ പറ്റി പരാമർശിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രഹസനങ്ങളൊക്കെ ആയിട്ട് വന്നു. അവസാനം അടപടലം മൂഞ്ചി. നമ്മുടെ സമൂഹത്തിൽ മനുഷ്യനെയും മനുഷ്യത്വത്തിനെയും സ്നേഹിക്കുന്ന ആളുകൾ വേടനൊപ്പം നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ ശരിക്കും ഇവർക്കങ്ങ് കൊണ്ടു. ഇവർ പറയുന്ന വിമർശനങ്ങളോ അല്ലെ ഇവർ പറയുന്ന കാര്യങ്ങളോ ആരും അംഗീകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവസാനം കണ്ടെത്തിയൊരു മാർഗമാണ് വേടൻ്റെ വരികൾ ഈ പറയുന്ന ഈ രാജീവ് ഗാന്ധിയെ കൊലപ്പെടുത്തിയ ആളുകൾക്കൊപ്പമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ആളായിട്ട് വേടൻ നിലകൊള്ളുന്നു എന്നുള്ള രീതിയിലേക്ക് അങ്ങ് പറഞ്ഞ് ആ രീതിയിലേക്ക് വേടനെ ഒരു രാജ്യദ്രോഹിയാക്കി അങ്ങ് നാട് കടത്താമെന്ന് വിചാരിക്കുന്ന രീതിയിലേക്ക് എത്തി. പക്ഷേ ഇതുകൊണ്ടൊന്നും എങ്ങും നിൽക്കത്തില്ല, അല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും കേരളത്തിലെ ജനങ്ങൾ തങ്ങളുടെ കൂടെ നിൽക്കത്തില്ല എന്ന് മനസ്സിലായപ്പോൾ BJP കളിച്ചൊരു കളിയാണ്. ഇനി വേടനെതിരെ ആരും സംസാരിക്കാൻ പാടില്ല, വേടനെതിരെ സംസാരിക്കുന്നത്